ഇന്ന് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ മുട്ടക്കറി ഉണ്ടാക്കാം നോക്കാം. ഈസി ആയിട്ട് വളരെ പെട്ടെന്ന്, അധികം ഇൻഗ്രീഡിയൻസ് ഇല്ല, വളരെ പെട്ടെന്ന് തന്നെ ഒരു മുട്ടക്കറി ഉണ്ടാക്കാൻ നോക്കാം. ഇവിടെ ഞാൻ 4 സവോള എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി, 2 പച്ചമുളക്, ഒരു മീഡിയം സൈസ് തക്കാളി, 2 പച്ചമുളക്, അധികം എരിവില്ലാത്ത പച്ചമുളക്, അതുകൊണ്ട് 2 പച്ചമുളക്. ഇനി ഒരു കടായി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ വേണമെങ്കിൽ നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിൽ ഒഴിക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അത് ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം, സവോളയും തക്കാളിയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. എല്ലാം ഒരുമിച്ച് എണ്ണയിട്ട് വഴറ്റിയെടുക്കാം. കറിവേപ്പില ആദ്യം എണ്ണയിലിടില്ല. ആദ്യം എണ്ണയിലിട്ടാൽ കറിവേപ്പില പെട്ടെന്ന് തന്നെ കഴിഞ്ഞു പോകും. അതുകൊണ്ട് ഇപ്പോൾ ഇട്ടൊന്ന് വഴറ്റാം. ഇനി ഈ പാത്രം നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്ന ഞാൻ മുട്ട ഇവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഈ പുഴുങ്ങിയ മുട്ടയിലേക്ക് നമുക്ക് ഫോർക്ക് കൊണ്ടിട്ട് ഒന്ന് കുത്തി കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒന്ന് കുത്തി കൊടുക്കാം. അതിനുശേഷം ഇതിനകത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടും. ആ മഞ്ഞൾപ്പൊടി എല്ലാ ഭാഗത്തും പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഇത് കുത്തി കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു കത്തി കൊണ്ട് വരഞ്ഞു കൊടുക്കാം. ഞാനിവിടെ ഒന്ന് ഫോർക്ക് കൊണ്ട് കുത്തിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പം ഈ മുട്ടക്കറിക്ക് മുട്ടയ്ക്ക് ആ മഞ്ഞ കളറ് നഷ്ടപ്പെടത്തില്ല. മുട്ട മഞ്ഞ കളറിൽ തന്നെ ഇരിക്കും. അരപ്പൊക്കെ ഒന്ന് പിടിക്കുക. ഈ മഞ്ഞൾപ്പൊടി മാത്രം, മുളക് പൊടി ഒന്നും ഇടില്ല, മഞ്ഞൾപ്പൊടി മാത്രം. ഒന്ന് കുറച്ച് നേരം ആ സവോള വഴന്ന് വരുന്ന സമയം ഇതൊന്ന് വെച്ചിരിക്കാം. ഇപ്പോൾ ഇവിടെ സവോള എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെരുംജീരകം, ഇത്രയും മാത്രം മസാല ചേർക്കുന്നുള്ളൂ. ഗരം മസാല ഒന്നും ചേർക്കില്ല. ഇത്രയും മാത്രം. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റാം. അതിനുശേഷം നമ്മൾ കുറച്ച് ചൂടുവെള്ളമാണ് ഇതിനകത്ത് ഒഴിക്കുന്നത്. പച്ചവെള്ളം ഒഴിക്കില്ല. നന്നായിട്ട് മസാലയൊക്കെ ഇട്ട് അതിനുശേഷം ഇതിനകത്ത് പച്ചവെള്ളം ഒഴിക്കത്തില്ല. കുറച്ച് ചൂടുവെള്ളം, തിളപ്പിച്ച വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മസാലയുടെയൊക്കെ പച്ചമണം മാറിയിട്ട് മാത്രമേ നമ്മൾ തിളപ്പിച്ച വെള്ളം ഒഴിക്കാവൂ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തിളപ്പിക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ മസാലയൊക്കെ പിന്നെ ആ വെള്ളത്തിൽ നന്നായിട്ട് പിടിക്കും. ഒന്ന് കുറുകി വരും. ഒന്ന് തിളപ്പിക്കുമ്പോൾ കുറുകി വരും. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഉള്ളി വഴറ്റാൻ നേരത്ത് ഉപ്പിട്ടിട്ടില്ല. അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് കൂട്ടി വെച്ചിട്ട്, ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തിളപ്പിക്കുക. ഈ തിളയ്ക്കുമ്പോൾ അതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം. ഈ മുട്ട ഇട്ടിട്ട് ഒന്ന് മൂടി വെക്കണം. അപ്പോൾ നമുക്ക് വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട്. മസാല എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇതാണ് ഏകദേശം ഒരു പാകം. ഒന്ന് കൊഴുത്ത് വന്നിട്ടുണ്ട്. ആ മുട്ടയുടെ കളർ നഷ്ടപ്പെട്ടിട്ടില്ല. ആ മുട്ടയുടെ കളർ മഞ്ഞ കളറിൽ തന്നെ ഇരിക്കുന്നു. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. ഇത്രയും സമയം മതി. അധികം നമ്മൾ ഇനി കുറച്ചുകൂടി വെള്ളം വേണമെങ്കിൽ വറ്റിക്കാം. അപ്പോഴൊരു മുട്ട റോസ്റ്റ് ആയിപ്പോവും. ഇത് മുട്ടക്കറി ആകുമ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഓഫ് ചെയ്യാം.